എന്തായിരിക്കും? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന് പറഞ്ഞ കവിതയാണ് ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കവിത? ഇല്ല? എന്നാ നമുക്കതൊന്ന് കേൾക്കാം. ടീച്ചർ അതിന്റെ ഒരു കഥ കുറച്ച് പറഞ്ഞുതരാം, ചുരുക്കി പറഞ്ഞുതരാം. വലിയൊരു കവിതയാണ്. ഓക്കെ, അപ്പൊ ഇടശ്ശേരി എന്ന കവിയെ അറിയാൻ നമ്മളെ ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു കവിതയാണ് പൂതപ്പാട്ട്. നമ്മുടെ മലപ്പുറം ഭാഗമൊക്കെ അല്ലേ, വടക്കേ മലബാറിന്റെ ഭാഗം, അവിടെയൊക്കെ പൂതനും തിറയും എന്ന് പറഞ്ഞ ഒരു കലാരൂപമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടാവും പൂതനും തിറയും. അപ്പൊ അത് ആ ആചാരത്തിൽ എങ്ങനെയാ വെച്ചാൽ, ഒരാള് പൂതന്റെ വേഷം കെട്ടിയിട്ട് എല്ലാ വീടുകളിലും വരും. അങ്ങനെ വരുമ്പോ അവിടുത്തെ അമ്മമാര് അരിയോ നെല്ലോ ഒക്കെ പൂതന് കൊടുക്കും. അങ്ങനെയുള്ള ഒരു കലാരൂപമാണ്. അപ്പൊ ആ കലാരൂപത്തിന്റെ പിന്നിലുള്ള ഒരു പുരാവർത്തമുണ്ട്, ഒരു കഥയുണ്ട്, ഒരു മിത്തുണ്ട്. അതിനെയാണ് ഇടശ്ശേരി കവിതയായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ പൂതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? നിങ്ങളുടെ ഉള്ളിലൊരു സങ്കല്പം ഉണ്ട് അല്ലെ? പൂതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര ജീവിയാണെന്നൊക്കെ ഇല്ലേ? നമ്മളെ പേടിപ്പെടുത്താനുള്ള ഒരാളാണ് പൂതം എന്ന് നമുക്ക് ഒരു പരിചയമുണ്ട് അല്ലെ? പക്ഷെ അങ്ങനെയുള്ള ഒരു പൂതത്തിനെ പോലും, ആ പൂതത്തിന്റെ ഉള്ളിൽ പോലും ഒരു വാത്സല്യഭാവം ഉണർത്തുന്ന, ആ പൂതത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഒരു കവിതയാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ ഈ കവിത ആരംഭിക്കുന്നത് ഒരു കഥ പറയുന്നത് പോലെയാണ്. കവിത അങ്ങനെ ഒരു കഥാരൂപത്തിലായതുകൊണ്ട് തന്നെ ഈ കവിത നൃത്തരൂപത്തിൽ വന്നിട്ടുണ്ട്, കഥാപ്രസംഗ രൂപത്തിൽ വന്നിട്ടുണ്ട്, ബാലരൂപത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ ഈ കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാ: വിളക്ക് വെച്ചു, സന്ധ്യാനാമവും ഉരുവിട്ടു, ഗുണഘോഷ്ടവും കഴിഞ്ഞു. ഇനി ഒരു കഥയായാലോ? പണ്ടൊക്കെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ശീലമുണ്ടോന്ന് അറിയില്ല, സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പെരുക്കപ്പട്ടികയില്ലേ, അതാണ് ഗുണഘോഷ്ടം എന്ന് പറയുന്നത്. പെരുക്കപ്പട്ടിക ചൊല്ലണം. 1 തൊട്ട് 10 വരെയോ 16 വരെയുള്ള പെരുക്കപ്പട്ടിക ദിവസവും ചൊല്ലണം. അങ്ങനെ ചൊല്ലണോണ്ടുള്ള ഗുണം എന്താ? പിന്നെ ചത്താലും മറക്കില്ല ആ പെരുക്കപ്പട്ടിക. എന്ന് വെച്ചാൽ അത് നമ്മളുടെ ഉള്ളിൽ അത്രയും അലിഞ്ഞു ചേരും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒരു കഥയാവാം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കഥ എങ്ങനെയാ? ഒരു പൂതത്തിന്റെ കഥയാണ്. പൂതത്തിന്റെ വരവാണ് ആദ്യം പറയുന്നത്. കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നോട്ടു ചിലമ്പി കലമ്പലുകൾ, അയ്യയ്യാ 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 വരവമ്പിളി പൂങ്കല നെയ്യിലണിഞ്ഞ കരിമ്പൂതം. ഭൂതത്തിന്റെ വരവാണ് പറയണേ. എന്താ പറയാ, കുറെ വർണ്ണനുണ്ട് കേട്ടോ, ടീച്ചർ മുഴുവൻ പറയുന്നില്ല. കാതില് തോടയൊക്കെ ചാർത്തി, കഴുത്തില് പൂമാലയൊക്കെ ഇട്ടിട്ട് പൂതം ഇങ്ങനെ വരികയാണ്. പൂതം എവിടെന്നാ വരുന്നേ? പറയന്റെ കുന്നിന്റെ അങ്ങീ ചെടിയിലെ പാറക്കെട്ടിനടിയിൽ. പറയന്റെ കുന്ന്, അവിടെയുള്ള വലിയൊരു കുന്ന, അതിന്റെ അടിയിലുള്ള ഒരു പാറക്കെട്ടിട്ട് മുഖണ്ണം പായിച്ചിട്ട് അത്ര പൂതരിക്കണേ. എന്തിനാ? അതിലെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരില് ചില ആട്ടുകുട്ടികൾ അങ്ങനെ മേയിച്ചിട്ടൊക്കെ ഇടയന്മാരൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാ? വഴി തെറ്റിച്ച് തന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യാ? പേടിപ്പിക്കുക, അവര് എന്താ പറയാ, അവര് രക്തം ഊറ്റി കുടിക്കുക. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾക്ക് പൂതത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പം. അങ്ങനെയുള്ള പൂതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ പൂതത്തിന്റെ മനസ്സ് മാറിയ ഒരു കഥയാ പറയുന്നത്. മനസ്സ് മാറാൻ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. അവിടെ പൂതത്തിന്റെ പ്രദേശത്ത് തന്നെ ഒരു അമ്മയുണ്ടായിരുന്നു. കുറേ നാള് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാണ്ട് ആറ്റു നോറ്റ് കാത്തിരുന്നിട്ടാണ് അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുക. അപ്പൊ കുഞ്ഞുണ്ടായപ്പോ അമ്മ അതിന് താഴത്തും തലയിലും വെക്കാണ്ടേ വളർത്തിയത്. കേട്ടിട്ടുണ്ടോ വരികള്? ഏതാ? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നൂറ്റിട്ടൊരുണ്ണി പിറന്നു. കേട്ടിട്ടുണ്ടോ? ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ, പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. പിന്നെയോ? കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ട് കാക്കി പൂച്ചി പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമലി കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. ഇങ്ങനെയൊക്കെയല്ലേ കുഞ്ഞുങ്ങൾക്ക് അമ്മമാര് ചോറ് തരിക അല്ലെ? ഊണ് കഴിക്കാൻ വരുമ്പോ കാക്കയെ കാട്ടി പൂച്ചയെ കാട്ടിയൊക്കെ ചോറ് കൊടുത്തു. അങ്ങനെ താഴേത്തും തലയിലും വെക്കാണ്ട്. എന്താ താഴത്തും തലയിലും വെക്കാത്തത്? താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ
വെച്ചാൽ എന്താ? പേനരിച്ചാലോ? അപ്പൊ അതുകൊണ്ട് താഴത്തും തലയിലും വെക്കില്ല. തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണി പൂന്തോട തട്ടിയുറക്കിയിട്ട് ചാങ്ങുമയങ്ങുന്നു നങ്ങേലി. അങ്ങനെ ഭയങ്കര വാത്സല്യത്തോട് കൂടി വളർത്തി, അങ്ങനെ ഇഷ്ടത്തോടെ വളർത്തി. അങ്ങനെ കുട്ടി വലുതായി. നിങ്ങളൊക്കെ വലുതായി ഒരു 5 വയസ്സൊക്കെ ആയപ്പോ നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേച്ചില്ലേ? അതേപോലെ ഉണ്ണീനെ സ്കൂളിലേക്ക് പറഞ്ഞിട്ടിരിക്കാം. ഉണ്ണിക്ക് 7 വയസ്സു തികഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. ഇന്നത്തെ പോലെ യൂണിഫോം ഒന്നുമില്ല. അപ്പൊ എന്താ? വെള്ളപ്പൊലത്തില് ഇത്തിരി കുമ്പമേ എന്താണ് പുളിയിലക്കര മുണ്ട പൊടിപ്പിച്ച് കുടുമയൊക്കെ വള്ളി കൊണ്ട് കുടുമയൊക്കെ കെട്ടിച്ച് കയ്യിലൊരു കൊച്ചെടുത്താണിയൊക്കെ കൊടുത്തിട്ടാണ് അമ്മ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പൊ അമ്മ, നിങ്ങളുടെ അമ്മമാര് സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോ ഒരേ ഉപദേശം തരാറില്ലേ? വഴിയില് ആരെങ്കിലൊക്കെ ഇതൊക്കെ തരും, അതൊന്നും വാങ്ങരുത്, ഇങ്ങനെയൊക്കെ പറയില്ലേ? ഇതേപോലെ ഉണ്ണിക്ക് കുറെ ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് അമ്മ വിടുന്നത്. കാരണം ഉണ്ണി സ്കൂളിലേക്ക് പോകുന്നത് കുന്നൊക്കെ കേറിയിട്ടാണ്. അപ്പൊ സൂക്ഷിക്കണം എന്നൊക്കെ പറയും അമ്മയ്ക്ക്. ഉണ്ണി സ്കൂളിൽ പോയി തിരിച്ചെത്തണ വരെ അമ്മയ്ക്ക് ഭയങ്കര ആദ്യാണ്. സ്കൂളിൽ പോണ ഉണ്ണീനെ ദൂരെ എത്തുന്നത് വരെ അമ്മ നോക്കി നിൽക്കും. അതേപോലെ തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ പഠിപ്പുരയുടെ അവിടെ കാത്തു നിൽക്കും. അങ്ങനെ ഉണ്ണി സ്കൂളിൽ പോയി തുടങ്ങി. കുന്നും മലയൊക്കെ കേറിയിട്ടാണ് പോകുന്നത്. ഉണ്ണി കുന്നൊക്കെ കേറി അവിടെ കന്നും പൈക്കളും ഒക്കെ മേയുന്ന കണ്ടു. ഉണ്ണി വരുന്നത് നോക്കിയിട്ടേ ഈ പച്ചപ്പടപ്പിന്റെ ഉള്ളിൽ നിന്ന് തെച്ചിപ്പൂക്കളൊക്കെ എത്തി നോക്കുകയാണ് ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രസിച്ച് ഉണ്ണി പോവുക. പക്ഷേ ഉണ്ണി എന്ന് സ്കൂളിൽ പോകുന്നത് ഒരാള് ദിവസവും കാണുമായിരുന്നു. ആരാന്നറിയോ? ആരാ? നമ്മുടെ പൂതം. പൂതത്തിന് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം. ഈ ഉണ്ണീനെ എങ്ങനെയെങ്കിലും തന്റെ കൂടെ കൂട്ടണമെന്ന് പൂതത്തിനൊരാഗ്രഹം. ഇവിടെ കവി ഉപയോഗിക്കുന്ന വരി എങ്ങനെയറിയോ? പൂതത്തിനുള്ളിൽ ഒരു ഇക്കിളി തോന്നിയെന്നാണ്. എന്താ ഇക്കിളി? സന്തോഷം തോന്നിയെന്നാണ്. അല്ലാണ്ട് പൂതം ഭയങ്കര ഭീകര രൂപത്തോട് കൂടി വന്ന് നമ്മുടെ കുട്ടിയെ പേടിപ്പിക്കല്ല. പൂതത്തിന്റെ ഉള്ളിലൊരു ഇക്കിളി തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. കുട്ടിയെ കാണുമ്പോഴേ പൂതത്തിന് പോലും സന്തോഷം തോന്നുന്നത്. അല്ലാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കൂ, കുഞ്ഞുങ്ങളെ വരെ ഒരു കരുണയില്ലാണ്ട് വലിച്ചെറിയുന്ന, പല വിധത്തിൽ പീഡിപ്പിക്കുന്ന ആളുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണേ അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ക്രൂരനാണെന്ന് വിചാരിച്ച പൂതത്തിന് പോലും ഈ കുഞ്ഞിനെ കണ്ടപ്പോ ഒരു വാത്സല്യം തോന്നി. പൂതം എന്താ ചെയ്തറിയോ? പൂതമോരോമന പെൺകിടാവായി പൂതമരത്തിന്റെ ചോട്ടിലെത്തി. പൂതത്തിന്റെ വേഷമൊക്കെ മാറി നല്ലൊരു ഓമന പെൺകിടാവായി ഉണ്ണിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, പൊന്നുണ്ണി പൂങ്കരളെ. എങ്ങനെയാ വിളിക്കുന്നേ? എന്റെ ഉണ്ണി പൂങ്കരളെ, നീ എന്ത് ചെയ്യൂ? നിന്റെ കയ്യിലായി എഴുത്താണില്ലേ, അതൊന്ന് എറിഞ്ഞു കളയൂ. കാരണം എന്താ? എഴുത്താണിയിൽ ഇരുമ്പുണ്ട്. ഇരുമ്പിന്റെ അടുത്തേക്ക് ഇരുമ്പുണ്ടെങ്കിൽ പൂതത്തിന് ഉണ്ണി തൊടാൻ പറ്റില്ല. അങ്ങനെയല്ലേ നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ളത്? അപ്പൊ ഈ ഇരുമ്പാണി ഉണ്ണി കളയണം, എന്നാലേ പൂതത്തിന് ഉണ്ണിയെ തൊടാൻ പറ്റുള്ളൂ. അപ്പൊ ഉണ്ണി പറയും, ഞാൻ കളയില്ല. ഇത് കളഞ്ഞാൽ ഗുരുനാഥൻ എന്നോട് കളയിക്കും. അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് ഇത് കളയരുതെന്ന്. ഞാൻ കളയില്ല എന്ന് പറയും. പക്ഷെ എന്ത് പറയും? ഉണ്ണി, നീ അത് കളയേ, നമുക്ക് ഇവിടെ കളിക്കാം, ഇവിടെ പൂക്കൾ പറിക്കാം, പൂമാല കോർക്കാം, ഇങ്ങനെ കുറെ പ്രലോഭിപ്പിക്കും. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ സ്കൂളിലേക്ക് വരാൻ നിൽക്കുമ്പോഴോ കൂട്ടുകാരൻ വന്ന്, എന്റെ പിറന്നാളാടാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാടാ, നമുക്ക് പൂവാടാന്ന് പറയുമ്പോ മനസ്സങ്ങോട്ട് ചാടി നമ്മൾ സ്കൂളിലേക്ക് വരാണ്ട പോകും അല്ലേ? അപ്പൊ പിന്നെ 7 വയസ്സുള്ള ഉണ്ണിയുടെ കാര്യം പറയണോ? ഉണ്ണി എന്ത് ചെയ്തു? കൊറേ പൂതം പറഞ്ഞപ്പോ ആ എഴുത്താണി അങ്ങോട്ട് കളഞ്ഞു. എഴുത്താണി കളഞ്ഞപ്പോ എന്തായി? പൂതത്തിന് ഉണ്ണിയുടെ അടുത്ത് കൂട്ടുകൂടാന്നായി. പൂത് ഉണ്ണിയുടെ കൂടെ കൂട്ടുകൂടി കളിച്ച് 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 നേരം പോയതറിഞ്ഞില്ല. വൈകുന്നേരമായി. അമ്മ ഉണ്ണിയെ കാത്തു നിൽക്കുക. ഉണ്ണി വരുന്നുണ്ടോ? ഉണ്ണി അമ്മയുടെ കാര്യമൊക്കെ മറന്നു പൂതത്തിന്റെ കൂടെ കളിയോട് കളി. അമ്മ ആകെ വിഷമിച്ചു. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നീ എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. എവിടെയും കാണാനില്ല. കുഞ്ഞി അന്വേഷിച്ചു തുടങ്ങി.
ആറ്റിൻകരകളിലങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീറ്റിൽ കളിക്കും പരലിലെല്ലാം നിലവി നിശ്ചലം നിന്നു പോയി. ആളില്ല പാടത്തിലങ്ങുമിങ്ങും അവനെ വിളിച്ചു നടന്നാളമ്മ. അങ്ങനെ കുളത്തിലും പാടത്തിന്റെ പക്കത്തും ഒക്കെ ഉണ്ണിയെ അന്വേഷിച്ചു. നിങ്ങൾ സ്കൂളിലേക്ക് വരാണ്ടാവുമ്പോ നിങ്ങളെയും ആദ്യം കുളത്തിന്റെ പക്കത്തൊക്കെയാണ് പോയി അധ്യാപകരും അമ്മയൊക്കെ അന്വേഷിക്കുന്നത്, അല്ലെ? കൂട്ടുകാരെവിടെ അങ്ങോട്ട് പോവാറുണ്ടോ? ഇല്ല, നല്ല കുട്ടികളാണ്. അങ്ങനെ അവിടെയൊക്കെ പോയി അന്വേഷിച്ചു. ഉണ്ണിനെ കാണാനില്ല. ആകെ വിഷമായി. ഉണ്ണി കാണാണ്ട് അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് പ്രകൃതിക്ക് പോലും ഭയങ്കര വിഷമായി. പക്ഷെ അമ്മയുടെ കരച്ചിലൊക്കെ ഉണ്ണി കേട്ടില്ലെങ്കിൽ ഒരാള് കേൾക്കണ്ടായിരുന്നു. ആരാ? ഭൂതം. ഭൂതത്തിന് ഇനി അമ്മയെ ഓടിക്കണം. ഭൂതത്തിന് ഉണ്ണിയെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല, അമ്മയെ ഓടിക്കണം. അപ്പൊ അതിനുള്ള അടവുകളായി ഭൂതം. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം. പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാട്ടുതീയായിട്ടു ചെന്നു ഭൂതം. കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം. തരികിന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പല തരത്തിൽ പേടിപ്പിച്ചു നോക്കി. അമ്മ പോയില്ല. അമ്മയ്ക്ക് എന്താ അവസ്ഥ? അമ്മയ്ക്ക് കുട്ടിയെ വേണം. കാട്ടുതീയായിട്ട് നോക്കി. അപ്പൊ കണ്ണീരുകൊണ്ട് അതൊക്കെ കെടുത്തി കളഞ്ഞു. അങ്ങനെ അമ്മ എന്തൊക്കെ ഭൂതം ചെയ്തിട്ടും അമ്മ പോയില്ല. അമ്മ പറഞ്ഞു, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അപ്പൊ ഭൂതത്തിന് ഒരു സൂത്രം തോന്നി. പൊന്നിന്റെയും പണത്തിന്റെയും മുന്നില് മുട്ടുമടക്കാത്ത മനുഷ്യരുണ്ടോ? അല്ലേ? ഇന്ന് പൊന്നിനും പണത്തിനും ഒക്കെ വേണ്ടിയിട്ടല്ലേ പലരെയും കൊല്ലുന്നതും ഒക്കെ ഉള്ളത്. അപ്പൊ പൊന്നും പണവും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ അമ്മ പൊക്കോളും എന്നാണ് ആര് വിചാരിച്ചത്? ഭൂതം വിചാരിച്ചത്. ഭൂതം എന്ത് ചെയ്തു? പൂതമക്കുന്നിന്റെ മേൽമൂടിപ്പാറയെ കൈതപ്പൂ പോലെ പതിച്ചു നീക്കി. കഞ്ചിനും മാരതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. നിറച്ചു പൊന്നുമണികളോ. പക്ഷെ അമ്മയോ ആ പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവ ഭൂതത്തിൽ തിരുമുമ്പിലർപ്പിച്ചു ചൊന്നാളമ്മ. ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന, അതിലെ തരികെന്റെ ഭൂതമേനി. ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന, അതിലെ തരികെന്റെ ഭൂതമേനി. ഇതിലും വലുതെന്റെ പൊന്നമ്മന ഭൂത, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, എനിക്ക് അത് മതി. അമ്മ എന്ത് ചെയ്തു? തന്റെ കണ്ണുകൾ രണ്ടും ചൂടെടുത്തു കൊടുത്തു. ഭൂതത്തിന് വീണ്ടും സൂത്രായി. ഇപ്പൊ എന്തായി? അമ്മയ്ക്ക് ഇനി കണ്ണു കാണോ? അമ്മയെ പറ്റിക്കാൻ എളുപ്പല്ലേ? ആണോ? അല്ലേ? അമ്മയ്ക്ക് കണ്ണു കാണില്ലല്ലോ. അപ്പോൾ തന്നെ ഭൂതല്ലേ, കുറെ സൂത്രവിദ്യൊക്കെ അറിയാം. ഭൂതം എന്ത് ചെയ്യും? തെച്ചിക്കോലു പറിച്ചു ഭൂതം. ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം. മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം. എന്താ ചെയ്തേ? തെച്ചിക്കോല് പറിച്ചൊരു മന്ത്രമൊക്കെ ചൊല്ലി വേറൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എന്തേ നിങ്ങളുടെ കുട്ടി, ഇതിനെടുത്തോളൂ. അമ്മയ്ക്ക് അങ്ങോട്ട് സന്തോഷായി. അമ്മ വേഗം ഉണ്ണിയെ എടുക്കാണ്. അമ്മ എടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിത മൂതം മൂർധാവിങ്കൽ തടകി തടകി പുൽകിയവാറി വേറിട്ടൊന്നെന്നോതിയെണീറ്റാൽ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടഭൂതമിതെന്നു തയർത്താൾ. അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ എടുത്ത് ചേർത്ത് നിർത്തിയപ്പോ പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തന്റെ കുഞ്ഞല്ലാന്ന്. അമ്മയ്ക്ക് ഒരു ദേഷ്യായി. അമ്മ ഭൂതത്തിനെ ശപിക്കാൻ വേണ്ടി കയ്യോങ്ങി. പൊട്ടഭൂതമേ, നിനക്കൊരു സത്യമില്ലേ എന്ന് ചോദിച്ച് അമ്മ ശപിക്കാൻ ഒരുങ്ങി. ഭൂതത്തിന് പേടിയായി. കാരണം അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായ സ്നേഹമാണ്. അമ്മ ശപിച്ച താൻ പോലും ഇല്ലാതാവുന്ന ഭൂതത്തിന് ഭൂതം വേഗം അമ്മയോട് മാപ്പ് പറയും. എന്നിട്ട് തന്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കും. അമ്മേ, നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കും. എന്നുടെ നേരെ കോപമിതരുതേ, അരുതരുതെന്നെ നീറ്റിയിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും, നിന്നുടെ കുഞ്ഞിനു തന്നെ നോക്കൂ എന്ന് പറഞ്ഞ് അമ്മ തന്റെ കുഞ്ഞിനെ ഭൂതത്തിന് കൊടുത്തു. അപ്പൊ അമ്മയ്ക്കും ഭൂതത്തിനോടൊരു ഇഷ്ടമൊക്കെ തോന്നി. കാരണം എന്താ? അമ്മയുടെ സ്നേഹം കണ്ട് ഭൂതം
നാഗരിക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഞാൻ വന്ന് ഉണ്ണിയെ കണ്ടുകൊള്ളട്ടെ. അപ്പൊ അമ്മ പറയും വന്നു, എല്ലാ വർഷവും ഉണ്ണിയെ കണ്ട് തിരിച്ചു പൊക്കോന്ന്. വന്ന് ഇവിടെ നിന്നോന്നല്ല പറഞ്ഞെന്താ, വന്ന് തിരിച്ചു പൊക്കോന്ന് പറയും. അങ്ങനെ ഭൂതം എല്ലാ കൊല്ലവും ഉണ്ണിയെ അന്വേഷിച്ചു പോവാത്രേ. അമ്മ ഒരു കാര്യം മറന്നുപോയി. മറന്നതാണോ ബോധപൂർവ്വമാണോന്ന് അറിയില്ല. വീട് എവിടെയാന്ന് പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ഭൂതത്തിന് ഉണ്ണിയുടെ വീട് അറിയാത്തത് കൊണ്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ഉണ്ണിയുണ്ടോ ഉണ്ണിയുണ്ടോ എന്ന് ചോദിച്ച് നടക്കത്രേ. ഇതാണ് നമ്മളുടെ ഭൂതപ്പാട്ട് എന്ന് പറഞ്ഞ കഥ. ഇഷ്ടായോ?